ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് CGL 2025 വേണ്ടി ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ 2024 CGL ചോദിച്ച ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് ആണ്, പ്ലേലിസ്റ്റ് ഉണ്ട്, മുന്നത്തെ ക്ലാസ്സുകളെല്ലാം കണ്ടു നോക്കുക. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും വരും. നിങ്ങൾക്ക് റാങ്കിലോട്ട് കയറാൻ അല്ലെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അത് എല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഇത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഏത് കോഴ്സിന് വേണ്ടി SSC, RRB, ബാങ്ക് എല്ലാത്തിൻ്റെയും കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെയും അവിടുത്തെ നമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെങ്കിൽ അങ്ങനെ പോയി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 2024 CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 9 സെപ്റ്റംബർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ഓഫ് 4 stocks. Stock A represents 20% of the portfolio and has a return of 6%. Stock B represents 30% of the portfolio and has a return of 8%. Stock C എന്താണ് 20% of portfolio ആണ് and has a return of 4%. Stock D remaining 30% of portfolio and has a negative return. What is the average return of the portfolio? അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ആവറേജിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ദിശ അക്കാഡമിയിൽ തന്നെ, ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആവറേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക, കിട്ടുന്ന ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും എക്സ്ട്രാ കാര്യങ്ങൾ കിട്ടിയിരിക്കും, ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സ്റ്റോക്ക് എയിൽ 20% ഓഫ് ദ പോർട്ട്ഫോളിയോ ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ ടോട്ടൽ 100 അതിന്റെ ടോട്ടൽ ആ ഒരു ക്വാണ്ടിറ്റി എന്നുണ്ടെങ്കിൽ അതിനകത്ത് 20% പാർട്ടിൽ റിട്ടേൺ ഓഫ് 6%. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന്റെ ക്വാണ്ടിറ്റി എഴുതുന്നു, അല്ലെങ്കിൽ പാർട്ട് എഴുതുന്നു. ഇവിടെ ഞാൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് റിട്ടേൺ എഴുതുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എക്സാമിന് ഇത് പേന എടുക്കുക ചെയ്യേണ്ടതും എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 20 നമ്മളുടെ ക്വാണ്ടിറ്റി എങ്കിൽ അതിന് 6%. അപ്പോൾ 20 കറസ്പോണ്ടിങ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ വില 20 രൂപയാണെങ്കിൽ അതിൽ 6% പ്രോഫിറ്റ്, അതായത് 6 രൂപ ലാഭമാണ്. അല്ലെങ്കിൽ സ്റ്റോക്ക് ബി റെപ്രസെന്റ് 30%, 100ന്റെ 30%, 30 ആണ് പെർസെന്റേജിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 30 ആണെങ്കിൽ 30യുടെ 8%, ഇതിന്റെ 8% എന്ന് പറഞ്ഞാൽ ഇതിന്റെ 20യുടെ റിട്ടേൺ ഓഫ് 6%. ഓക്കെ, സോറി, 6% നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വാല്യൂവിൽ തന്നെ എഴുതാം. എങ്കിലേ നമുക്ക് സം ബൈ നമ്പർ എടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിൽ ഉള്ള വാല്യൂ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ സ്റ്റോക്ക് 20%, 20 ആണെങ്കിൽ 20ക്ക് അതിന്റെ 6%. 20യുടെ 6% എത്രയാണ്? 20യുടെ 6% എന്ന് പറഞ്ഞാൽ ഇതിന്റെ 10% 2 ആണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. 1% 0.2 ആണ്. 0.2 into 6 ആണ് 6%. 0.2 into 6 എന്ന് പറയുമ്പോൾ 1.2. 30 ആണെങ്കിൽ 30 രൂപയുടെ ആണെങ്കിൽ അവിടെ 8%, 1% 0.3 ആണ്. 0.3 into 8 എന്ന് പറയുമ്പോൾ 24 എഴുതിയിട്ട് ഒരു പോയിന്റ് ഇടുക, 2.4. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്യുക, എല്ലാവരും ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പീഡ് മാത്സ് വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി സ്റ്റോക്ക് സി റെപ്രസെന്റ്സ് 20% ഓഫ് ദ പോർട്ട്ഫോളിയോ, ഇതും 20% ആണ്. അതിന് റിട്ടേൺ 4% ആണ്. 1% 0.2 ആണ്. 4% 4 into 0.2 0.8 ആണ്. ഡി റെപ്രസെന്റ് റിമൈനിങ് 30. ഇപ്പോൾ 30 ആണുള്ളത്, അതിന് നെഗറ്റീവ് റിട്ടേൺ ആണ്. നെഗറ്റീവ് റിട്ടേൺ ഓഫ് 5%. 10% 3 ആണ്. ഒരു നമ്പറിന്റെ 10% കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 10% 3 ആണെങ്കിൽ 5% 3ന്റെ പകുതി 1.5 ആണ്. അവിടെ നെഗറ്റീവ് റിട്ടേൺ ആണ്, -1.5. അപ്പൊ ടോട്ടൽ എത്ര പെർസെന്റേജ് ആവറേജ് റിട്ടേൺ പെർസെന്റേജിലാണ് ചോദിച്ചിരിക്കുന്നത്. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ എത്ര വരുന്നത്? ഇത് 3.6 0.8, 4.4 നിന്ന് 1.5 കുറയ്ക്കുക, 2.9 എന്ന് വരും. അപ്പൊ 2.9 ആണ് ഇവിടെ ഉള്ളത്, ടോട്ടൽ 100ലുള്ളത്. അപ്പൊ 100ൽ 2.9 ആണെങ്കിൽ ഇപ്പൊ അതെന്താണ്? പെർസെന്റേജ് ആണ്. ഇപ്പൊ 100ൽ എത്ര? അപ്പോൾ 2.9%. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പൊ ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ? വേണ്ട. ഇത് പഠിക്കണം, പഠിക്കുന്ന ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റണം. അതായത് 20%, 20ന് 6% റിട്ടേൺ ആണ്. ഇപ്പൊ ടോട്ടൽ 100 എടുത്താൽ 20ൽ 6% റിട്ടേൺ ആണ്, 1.2. മറ്റേത് 30 എടുത്താൽ അതിന്റെ 8% റിട്ടേൺ ആണ്, 2.4. മറ്റേത് 20% എടുത്താൽ 4% റിട്ടേൺ ആണ്, എന്ന് പറഞ്ഞാൽ 0.8. മറ്റേടത്ത് 30% എടുത്താൽ അതിന്റെ 5% നഷ്ടമാണ്, അതായത് -1.5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4.4 1.5 കുറച്ചാൽ 2.9 ആണ് നമുക്ക് ടോട്ടൽ ലാഭം വരുന്നത്. ടോട്ടൽ 100ൽ 100ൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയാണ് പെർസെന്റേജ്. ഇപ്പൊ 2.9%. ഇത്ര എഴുതി തന്നെ ചെയ്യാം. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം എത്രയാണോ നമുക്കുള്ളത് അത് ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് 100ൽ എത്രയാണ് ലാഭം കിട്ടിയത്, ഓവറോൾ ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ അയാൾക്ക് 100ൽ എത്ര ലാഭം കിട്ടി. പലതും ഡിഫറെന്റ് ആയിട്ടായിരുന്നു തന്നിട്ടുള്ളത്. അതിനെ ഒരു സിംഗിൾ വാല്യൂ ആക്കിയിട്ട് എന്ത് ചെയ്തു, എത്ര ലാഭം കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത്. നിങ്ങൾ ആരും ഈ സ്കാമിന്റെ പുറകെയൊന്നും പോകാതിരിക്കുക, പഠിക്കുക. 2024 ഇല്ലെങ്കിൽ 2025 നിങ്ങൾക്ക് അതൊക്കെ ചേഞ്ച് ചെയ്ത് വരും. ഒരു സമയം വരും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചതിന് റിസൾട്ട് കിട്ടുന്നത്. ആൻസർ കീ വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല.
The average temperature of a city for the first 16 days is days of January is 22 degrees Celsius, and the average temperature for the last 16 days of the same month is 26 degrees Celsius. If the average temperature for the entire month is 24 degrees Celsius, what is the temperature of the 16th day? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡീവിയേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ഡീവിയേഷൻ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് പേന പോലും എടുക്കാതെ ചെയ്യാൻ പറ്റും. അതായത് 16 16 ഇവിടെ -4 ഇവിടെ +2 -2 +2 സെയിം തന്നെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. അതിന് ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രമേ. അത് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് ഇവർ പറയുന്നത് എന്താണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഇവർ പറഞ്ഞേക്കുന്നത്? ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ സിറ്റി ഫോർ ദ ഫസ്റ്റ് 16 ഡേയ്സ് ഓഫ് ജനുവരി. ജനുവരിയിൽ 31 ദിവസമാണുള്ളത്. ആ 31 ദിവസത്തിലെ ആദ്യത്തെ 16 ദിവസം ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്? 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന്റെ അർത്ഥം എന്താ? ഓരോ ദിവസവും 22 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓരോ ദിവസം ആയിരിക്കണമെന്നില്ല. അവിടുത്തെ ടോട്ടൽ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 16 ചെയ്തപ്പോൾ നമുക്ക് 22 വന്നു. ലാസ്റ്റ് 16 ഡേയ്സ്. ഇപ്പോൾ ലാസ്റ്റ് 60 ഡേയ്സ് എന്ന് പറയുമ്പോൾ 16 കൂട്ടുമ്പോൾ എത്ര നമുക്ക് വരുന്നത്? 32 വരുന്നത്. അപ്പൊ നമുക്ക് 31 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് 16 വരുമ്പോൾ ഈ 16ാമത്തെ ദിവസം ഉണ്ടല്ലോ 2 വട്ടം വരുന്നുണ്ട്. 16th ഡേ ഇവിടെ 2 വട്ടം വരുന്നുണ്ട്. അവിടുത്തെ ആവറേജ് എത്രയാണ്? ഈ ലാസ്റ്റ് 16 ദിവസത്തെ 26 ആണ്. 26 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇവിടെ ആവറേജ് എത്രയാണ്? 26 ആണ്. ഓരോന്നും 26 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നാൽ എൻറ്റയർ മന്തിൽ ആവറേജ് എത്ര തന്നിട്ടുള്ളത്? 24. എൻറ്റയർ മന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 31 ദിവസം മാത്രം എടുക്കുവാണെങ്കിൽ 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും ഇവിടെ ഈ ചേഞ്ച് വരാൻ കാരണം? അപ്പോൾ നമ്മളുടെ ഇവിടെ 22, ഇത്രയും വരെ 24, ഇത്രയും വരെ 24 ആയിരുന്നു. ഈ പ്രശ്നമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ച് വരാൻ കാരണം? നമുക്ക് ഈ 16ാമത്തെ ദിവസം 2 വട്ടം വന്നു. അതായത് ഇവിടെ നോക്ക്, ആവറേജ് വെച്ചുള്ള ചേഞ്ച് 24 ആയിരുന്നു വരേണ്ടത്. എല്ലാ 24 അങ്ങനെ 31 ദിവസവും 24 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആവറേജ് എന്ത് തന്നെ ആയിരുന്നു? എല്ലാത്തിനും 24 തന്നെ ആയിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് ആദ്യത്തെ 16 എണ്ണത്തിന് നമ്പർ ഇൻറ്റു ആവറേജ് ആണ് നമ്മുടെ സം എന്ന് പറയുന്നത്. എത്രയാണ് ഒറിജിനൽ ആവറേജുമായിട്ടുള്ള വ്യത്യാസം? 2 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസം. ആദ്യത്തെ 16 എണ്ണത്തിന് -2 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസമാണ്. അതായത് -32 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസമാണ്. നമുക്ക് ആവറേജ് 24 ആയിരുന്നു വേണ്ടത്, പക്ഷെ നമുക്ക് 22 കിട്ടിയുള്ളൂ. എന്നാൽ നെക്സ്റ്റ് 16 ദിവസം 16 ഇൻറ്റു എത്രയാണ്? 24ന്റെ സ്ഥലത്ത് എത്ര ആയി? 26 ആയി. +2 ആയി. അതായത് +32ന്റെ വ്യത്യാസം. അപ്പൊ നിങ്ങളിവിടെ ഒരു കാര്യം ആലോചിക്കുക, ടോട്ടൽ ഡീവിയേഷൻ, ഇതിനാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്, സമ്മിൽ നിന്നുള്ള ചേഞ്ച്. +32 -32 കൂട്ടുമ്പോൾ 0 വരും. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഇവിടെ ആദ്യത്തെ 16 എണ്ണവും അവസാനത്തെ 16 എണ്ണവും എടുത്ത സമയത്ത് നമുക്ക് ടോട്ടൽ ഡീവിയേഷൻ 0 വന്നു. അതിന്റെ അർത്ഥം എന്താ? ടോട്ടൽ ഡീവിയേഷൻ 0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആവറേജുമായിട്ടുള്ള ചേഞ്ച് എന്ത് വന്നു? 0 വന്നു. അതായത് ആദ്യത്തെ 16 എണ്ണവും അവസാനത്തെ 16 എണ്ണവും എടുത്ത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ്? ആവറേജിന് ചേഞ്ച് ഇല്ല. അതായത് ആവറേജിന് ആയിട്ട് ഒന്നും ചേഞ്ച് ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ആ എക്സ്ട്രാ വന്നത് 16ാമത്തെ ഡേയിലുള്ളവനാണ്. അപ്പൊ 16th ഡേയിലെ ആളുടെ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ഇത്രയും പേര് 24 നിൽക്കുക, ഇവിടെ ഇത്രയും പേര് 24 നിൽക്കുക. അപ്പൊ വന്നവനും 16ാമത്തെ ദിവസവും 24 ഡിഗ്രി സെൽഷ്യസ് എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആവറേജിന് ചേഞ്ച് ഇല്ലെന്ന് പറയാം. ആവറേജിൽ നിന്ന് അവിടെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് 3 പേരുടെ ആവറേജ് 60 കിലോ ആണെന്ന് വെച്ചോ വെയിറ്റ്. അപ്പൊ 4ാമത് വരുന്നവനും 60 കിലോ കൊണ്ടാണ് വരുന്നതെങ്കിൽ അവരുടെ ആവറേജ് എന്ത് തന്നെ ആയിരിക്കും? ടോട്ടൽ ആവറേജ് സെയിം തന്നെ ആയിരിക്കും. ടോട്ടൽ വെയിറ്റ് 240 വരും. 240/4 60 തന്നെ വരും. നേരത്തെ 180 ഉള്ള സ്ഥലത്ത് ഇപ്പൊ എന്തായി? 240 ആയി. ആവറേജിന് ചേഞ്ച് ഇല്ല. അപ്പൊ ഇവിടെ ഡീവിയേഷൻ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വരുന്ന പുതുതായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആളുടെയും ആവറേജ് എന്ത് തന്നെ ആയിരിക്കും? പഴയ ആവറേജ് തന്നെ ആയിരിക്കും. ഞാൻ കൺസെപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്തതാണ്. അപ്പോൾ വരുന്ന ആളുടെ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓൺ ദ 16th ഡേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവറേജ് ആയിട്ടുള്ള ചേഞ്ച് 0 ആണ്. അപ്പോൾ ഇതെന്തായിരുന്നു ചേഞ്ച്? അതനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെ 1 ആയിരുന്നു ആവറേജ്, ഡീവിയേഷൻ 1 ആയിരുന്നെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? പുതുതായിട്ട് വരുന്ന ആൾ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്ന 1 കൊണ്ടാണ് വന്നത്. അപ്പോൾ വരുന്നവന്റെ ആവറേജ് എത്ര ആയിരിക്കും? അല്ലെങ്കിൽ വാല്യൂ എത്ര ആയിരിക്കും? 25 ആയിരിക്കും. പക്ഷെ ഇവിടെ എന്തല്ല, അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എക്സ്ട്രാ ആയിട്ട് വന്നവൻ ആവറേജിനകത്ത് ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. അതിനർത്ഥം എക്സ്ട്രാ ആയിട്ട് വന്നവനും എന്ത് തന്നെയാണ്? ടോട്ടൽ ആവറേജിന്റെ സെയിം വാല്യൂ തന്നെയാണ്. ഇപ്പോൾ 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ആ 16th ഡേയിലെ ആവറേജ്. ഇനി ഇത് അറിയാവുന്ന ഒരാൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് 16ൽ -22, നെക്സ്റ്റ് 16ൽ 26, ആവറേജ് 16 × -2, 16 × +2, ഡീവിയേഷൻ 0 ആണ്. ഡീവിയേഷൻ 0 ആണെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന ആ എക്സ്ട്രാ കിടക്കുന്ന 16ാമത്തെ ഡേയിലെ ആവറേജ് അല്ലെങ്കിൽ വാല്യൂ എത്ര തന്നെ ആയിരിക്കും? സെയിം ആവറേജിന്റെ വാല്യൂ തന്നെ ആയിരിക്കും 24 ഡിഗ്രി സെൽഷ്യസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ഡേറ്റ മാത്രം ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾക്ക് ചോദിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 45 നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പം നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ
സം ബൈ നമ്പർ ആണ്. അപ്പൊ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അതേ ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറഞ്ഞാൽ n വരും, n വെട്ടിപ്പോയി. ഇപ്പൊ n പ്ലസ് 1/2 ആണ് നമ്മളിത് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്നിന്റെ വാല്യൂ ചോദിച്ചിട്ടില്ല, ആവറേജ് ഓഫ് ദ സ്ക്വയേഴ്സ്, ഇവിടെ സ്ക്വയർ ആണ് വന്നത്. ഓക്കെ, ഇത് സമ്മാണ്. നമുക്ക് സം അല്ല വേണ്ടുന്നത്, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ല വേണ്ടുന്നത്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പൊ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. ഇതാണ് സം എന്ന് പറയുന്നത്. ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് ആവറേജ് ആവത്തുള്ളൂ. n വെട്ടിപ്പോയി. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടുത്തെ എന്നിന് വരെ എന്ത് കൊടുക്കണം? 45. 45 പ്ലസ് 1 46 ഇൻറ്റു 45 ഇൻറ്റു 2 91 91 ഡിവൈഡഡ് ബൈ 6 ആണ്. ഒരു 3 ഇതിനകത്തില്ല, കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയാം. ഇവിടെ ബൈ 3, ഇവിടെ 23 ഇൻറ്റു 91/3, വേറെ ഒന്നും 3 ആയിട്ടില്ല. 23 ഇൻറ്റു 91 ചെയ്യുക. 23 ഇൻറ്റു 1 23ക്ക് 3 കൊടുക്കുക, 2 കൊടുക്കുക. 23 ഇൻറ്റു 9 207 ആണ്. 207ഉം 2ഉം 209 ഡിവൈഡഡ് ബൈ 3 6 വരും. 29നകത്ത് 3 8 9 6 9 വരും. 27 23നകത്ത് 7 വട്ടം വരും. 697 വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി ഉള്ളൂ. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക, എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്, അതെല്ലാം നന്നായിട്ട് എല്ലാ ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യും. ഓക്കെ, 697.67. അപ്പോൾ ആ ഒരു ഫോർമുല പഠിച്ചോളൂ സ്ക്വയേഴ്സിൻ്റെ. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ, അങ്ങനെ 45ന്റെ സ്ക്വയർ വരുവാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതായത് 45 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇതായിരിക്കും അത്രേൻ്റെ സം എന്ന് പറയുന്നത്. അതേ ഡിവൈഡ് ബൈ 45 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അടുത്ത ദിവസം. എ ഗ്രൂപ്പ് ഓഫ് 30 സ്റ്റുഡൻസ് അപ്പിയർഡ് ഇൻ എ ടെസ്റ്റ്. ദ ആവറേജ് സ്കോർ ഓഫ് 12 സ്റ്റുഡൻസ് ഈസ് 62 ആൻഡ് ദ റെസ്റ്റ് ഈസ് ഓൾസോ 62. വാട്ട് ഈസ് ആവറേജ് സ്കോർ ഓഫ് ദ ഗ്രൂപ്പ്? അപ്പോൾ ആദ്യത്തെ 12 പേരുടെ 62 ആണ്, ബാക്കിയുള്ളവർ 62 ആണ്. അതായത് എല്ലാവരും 62 എന്ന് പറഞ്ഞ് വെക്കാം. എൻ്റെ ഗ്രൂപ്പിൻ്റെ ആവറേജ് എത്ര തന്നെ ആയിരിക്കും? 62 തന്നെ ആയിരിക്കും. പെൻ ഫ്രീ ആയിട്ട് പേന എടുക്കാതെ ചെയ്യും. പേന എടുക്കാതെ ചെയ്യണമെങ്കിൽ കൺസെപ്റ്റ് അറിയണം. കൺസെപ്റ്റ് എന്താ ഇവിടെ പറയുന്നത്? 30 പേരുണ്ട്, അതിൽ 12 പേരുടെ ആവറേജ് 62 ആണ്, ബാക്കി 18 പേരുണ്ട്, 18 പേരുടെ ആവറേജും 62 ആണ്. നിങ്ങൾ ആരെങ്കിലും ക്ലാസ് CGL 2023 വേണ്ടി, അത് CGL 2023 വേണ്ടി ചെയ്തതല്ല, SSC, റെയിൽവേ, ബാങ്ക് എല്ലാ എക്സാംസിനും മിക്സഡ് അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് മാത്രം കണ്ടാൽ എല്ലാം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മിക്സഡ് അലിഗേഷൻ ആ ക്ലാസ് കാണാത്തുണ്ടെങ്കിൽ അത് കാണണം. അതിൽ എന്താണ് വെയ്റ്റഡ് ആവറേജും അലിഗേഷൻ തമ്മിലുള്ള ബന്ധം, അതൊന്നും ആർക്കും ഒരുപാട് പേർക്ക് അറിയത്തില്ല. അത് ആ ഒരു ലെവലിൽ തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്യാം. അതിലും കാണുക കേട്ടോ, ഒന്ന് കാണുക. 3 ക്ലാസ് ഉണ്ട്, 3 കാണണം. അപ്പോൾ 6 വെച്ച് കിട്ടുമ്പോൾ 2 3 വെയിറ്റിൻ്റെ റേഷ്യോ. വെയിറ്റഡ് ആവറേജ് എടുക്കുമ്പോൾ 2 ഗുണം 62 3 ഗുണം 62 262 362 562 5 ഗുണം 62 ഡിവൈഡഡ് ബൈ ടോട്ടൽ സം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 62 തന്നെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ 12 എണ്ണവും 62 വെച്ച് കിടക്കുന്നു, ലാസ്റ്റ് 18 എണ്ണവും 62 വെച്ച് കിടക്കുന്നു. അതായത് എല്ലാം 30 എണ്ണവും 62 വെച്ച് ഇരിക്കുവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഒന്ന് തന്നെ ആയിരിക്കും, എല്ലാത്തിൻ്റെയും 62 തന്നെ ആയിരിക്കും. ആവറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കാൽക്കുലേഷൻ എളുപ്പത്തിന്. എല്ലാ നമ്പരും കുറച്ച് നമ്പേഴ്സിൻ്റെ ആവറേജ് 10 ആണെന്ന് പറഞ്ഞാൽ 5 നമ്പേഴ്സ് ഉണ്ട്, അതിങ്ങനെ 13 17 20 25 ഇങ്ങനെ കിടക്കും. അപ്പം 5 നമ്പർ ഉണ്ട്, 1 2 3 4 5 ഉണ്ട്. ഇവരുടെ ആവറേജ് നമ്മൾ കണ്ടുപിടിച്ച് എത്ര കിട്ടും? സം ബൈ നമ്പർ. ഇപ്പോൾ എത്രയായി? 30 50 100 ഡിവൈഡ് ബൈ 5 20 എന്ന് കിട്ടും. അപ്പോൾ ഇതേ കാര്യം തന്നെ ഞാൻ അസ്യൂം ചെയ്യണം. 5 നമ്പരും 20 20 20 20 20 എന്നിരിക്കുകയാണ്. പിന്നെ അർത്ഥം എന്താ? സം എത്ര തന്നെ വരും? 100 തന്നെ വരും. എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 തന്നെ വരും. ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അവരിൽ നിന്നുള്ള ചേഞ്ച് ഇവിടെ +7 വന്നു, ഇവിടെ +3 വന്നു, ഇവിടെ 0 വന്നു, ഇവിടെ -5 ആണ്, ഇവിടെ -5 ആണ്. ഇവിടെ +7ഉം +3ഉം +10 ആവറേജായിട്ട് ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ അതിനെ മാറ്റാൻ വേണ്ടി ആര് കാണും? -5ഉം -10 അവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഡീവിയേഷൻ ഫ്രം ദ ആവറേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഒക്കെ ഓൾറെഡി GD ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദയവായിട്ട് അത് കാണുക കേട്ടോ, കണ്ട് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തില്ല, ഒരു പേന എടുക്കേണ്ട ആവശ്യമില്ല, പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, പുതിയ കൺസെപ്റ്റുകൾ മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പഠിച്ചവരാണെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ പ്രൈം നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 50 ആൻഡ് 76. അപ്പോൾ 50നും 76നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫാക്ടർ മാത്രം, ആ നമ്പരും 1 മാത്രമേ എന്ത് കാണത്തുള്ളൂ? ആ നമ്പറിൽ ഫാക്ടർ ആയിട്ട് കാണും. അതായത് 2 3 5 7. 7നൊക്കെ
അതിന്റെ ഫാക്ടർ ആയിട്ട് ഏതേ ഉള്ളൂ 1 × 7 മാത്രമേ അതിന് എഴുതാൻ പറ്റൂ. അപ്പൊ അങ്ങനെ 50-നും 76-നും ഇടയ്ക്ക് എത്ര നമ്പർ ഉണ്ട് പ്രൈം നമ്പേഴ്സ്? 53 ഉണ്ട്, 59 ഉണ്ട്, 61 ഉണ്ട്. ഇത് പഠിക്കണം. 67 ഉണ്ട്, 100 വരെ ഉള്ളത് പഠിക്കണം കേട്ടോ. 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സും 51 മുതൽ 100 വരെ 10 പ്രൈം നമ്പേഴ്സ് ആണ് ഉള്ളത്. 90-നും 100-നും ഇടയ്ക്ക് ഒറ്റ പ്രൈം നമ്പറേ ഉള്ളൂ, 97, 71, 73, 76-നും ഇടയ്ക്ക്. ഇങ്ങനെ ഇത്രയാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ എത്ര സം വരുന്നത്? ആദ്യത്തെ മാത്രം കൂട്ടുക. 10, 16, 22, 29, 36, 360, 363, 364, 371, 322, 381, 384. അപ്പൊ 384 ആണ് സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 നമ്പർ ഉണ്ട്. ഇത്ര വരും 6, 24/6, 4, 64. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സമയം എത്ര കൂടുന്നോ അത്രത്തോളം നമ്മൾ കട്ട് ഓഫിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ളതിൽ നിന്നും പിറകോട്ടും. ഇത് സമ്മതിക്കരുത്. മാക്സിമം നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ ക്ലാസ് ഒക്കെ എടുത്ത് റെക്കോർഡിൽ കാണുന്നവർക്ക് അങ്ങനെ കാണാം, ലൈവ് കാണുന്നവർക്ക് കാണാം. മാത്സ് ഒക്കെ കംപ്ലീറ്റ് സെറ്റായിട്ട് ക്ലാസ്സുകളുണ്ട്, നിങ്ങളത് കാണും. ഈ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് അപ്പിയർഡ് ഫോർ ദ ടെസ്റ്റ്. ആവറേജ് സ്കോർ ഓഫ് 12 സ്റ്റുഡൻറ്റ്. നേരത്തെ പോലെ ടെസ്റ്റ് എന്നാണ് 74. ഇവിടെ 62 ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാമായിരുന്നു. അപ്പോൾ ആവറേജ് സ്റ്റുഡൻറ്റ് ഓഫ് 12 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എത്രയാണ്? 62 ആണ്. നമ്മൾ വെയിറ്റഡ് ആവറേജ് ഉപയോഗിക്കണം. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 18 പേരുടെ 74 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്പറിൻ്റെ റേഷ്യോ എടുക്കാം. 6 വെച്ചിട്ടുമ്പോൾ 2, 6 വെച്ചിട്ടുമ്പോൾ 3. വെയിറ്റഡ് ആവറേജ് ചെയ്താൽ മതി. ഓവറോൾ ആവറേജ് 2 × 62, 124, 3 × 74, 210, 232 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. 232ഉം 124. എനിക്ക് എങ്ങനെയുള്ള അലിഗേഷൻ ആണ് ഇതിനകത്ത് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. ഇങ്ങനെ ചെയ്യേണ്ട, ഇതിന്ന് കാൽക്കുലേഷൻ ആണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് അലിഗേഷൻ പഠിച്ചിട്ടുണ്ട്. അലിഗേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അലിഗേഷന് വേണ്ടി 1 മണിക്കൂർ പിന്നെയും ക്ലാസ് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് മിക്സർ അലിഗേഷൻ ദിശ അക്കാഡമിയിൽ ചെയ്താൽ CGL 2023 വേണ്ടി ചെയ്ത ക്ലാസ്സുകളുണ്ട് കേട്ടോ, 3 എണ്ണം. ഇവിടെ നമുക്ക് പറയാം 2 യൂണിറ്റ് 3 യൂണിറ്റ്. ഈ ഗ്യാപ്പാണ് 2ഉം 3ഉം. കാണാത്തവർക്ക് ഇത് കിട്ടത്തില്ല. ടോട്ടൽ 2 യൂണിറ്റ് 3 യൂണിറ്റ്. 2 ഇവിടുന്ന് ഇവിടെയുള്ള യൂണിറ്റും 3 ഇവിടുന്ന് ഇവിടെയുള്ള ഗ്യാപ്പുമാണ്. ടോട്ടൽ 5ന്റെ വാല്യൂ ആണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. എത്രയാണ്? 74, 62 തമ്മിലുള്ള ഡിഫറൻസ് 12. എന്നാൽ 3ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 36/5. 36/5 എന്ന് പറയുമ്പോൾ 7.2 ആണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? 7.62 77 കൂടുവാണ്. 3ന്റെ വാല്യൂ 7.2 ആണ്. 62, 7.2, 69.2. നിങ്ങൾ വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിച്ചാലും 69.2 ആണ് ആൻസർ കിട്ടുക. പിന്നെ കൺസെപ്റ്റ് ഞാൻ പറയാം. ഇവിടെ 2 യൂണിറ്റ് ഉള്ളതിന് 62 ആണ്, 3 യൂണിറ്റ് ഉള്ളതിന് 74 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പാണ്. ഇവിടുന്ന് ഈ ഒരു മിഡിൽ ടേം, ഇതാണ് ഓവറോൾ ആവറേജ്. ഈ ഗ്യാപ്പാണ്. 3 എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പാണ്. നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ 2ഉം 3ഉം 5ന്റെ വാല്യൂ ആണ് ഈ ഒറിജിനൽ വാല്യൂ. 5ന്റെ വാല്യൂ ആണ് ഒറിജിനൽ 12. എന്നാൽ 3ന്റെ വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ 2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 2 കണ്ടുപിടിച്ചാൽ 24/5, 4.8. അതായത് ഇവിടുന്ന് എന്ത് ചെയ്യും? ഇവിടുന്ന് 74 ഇങ്ങോട്ട് കുറയുവാണ്. 4.8 ഇവിടെയും കുറയും. 69.2. അങ്ങനെ ചെയ്യാം. മനസ്സിലാവാത്തവർ ഈ ക്ലാസ് കാണാത്തത് കൊണ്ടാണ്, മിക്സർ അലിഗേഷൻ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരു ക്വസ്റ്റ്യൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിന് കാര്യങ്ങൾ അറിഞ്ഞേ പറ്റും. കാര്യങ്ങൾ അറിയാതെ വെറുതെ ഫാസ്റ്റ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതറിയാതെ ഒരിക്കലും നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആ ലെവലിൽ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സ്പീഡാണെന്ന് തോന്നുന്നവർ സ്പീഡ് കുറച്ച് കാണുക. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. ഇത്ര മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇത് 12/9/24 2024 സെപ്റ്റംബർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു പോയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കി. യെസ്, ചെയ്യാം നമുക്ക്. ഇവിടെ പറയുന്നത് ദ ആവറേജ് ഓഫ് 12 നമ്പേഴ്സ് ഈസ് 48. 12 നമ്പേഴ്സിന്റെ ആവറേജ് 48 ആണെന്നാണ് പറയുന്നത്. ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നമ്പേഴ്സ് ഈസ് 45 ആൻഡ് ആവറേജ് ഓഫ് നെക്സ്റ്റ് 4 നമ്പേഴ്സ് ഈസ് 52. ഇഫ് ദ 10th നമ്പർ ഈസ് 10 ലെസ് ദാൻ ദ 11th നമ്പർ ആൻഡ് ഈസ് 5 മോർ ദാൻ ദ 12th നമ്പർ, ദെൻ ദ ആവറേജ് ഓഫ് ദ 11th ആൻഡ് ദ 12th നമ്പർ. അപ്പോൾ ഇവിടെ 12 നമ്പറിന്റെ ആവറേജ് 48. എല്ലാ നമ്പറും 48 വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ 5 എണ്ണം എന്താണ്? 45 ആണ്. ബാക്കി 4 എണ്ണം 52 ആണ്. പറഞ്ഞിരിക്കുന്ന ആരാണ്? 5ഉം 4ഉം കഴിഞ്ഞ് ബാക്കി 3 നമ്പേഴ്സിനെ പറ്റിയാണ്. ബാക്കി 3 നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ കിട്ടും 3 നമ്പേഴ്സിന്റെ സമ്മ്? വളരെ ഈസിയാണ്. 12 നമ്പറും 48 ഇരിക്കുന്ന സ്ഥലത്ത്
ടോട്ടൽ ആവറേജുമായിട്ടുള്ള ഡീവിയേഷൻ 0 ആണ്, നമ്മൾ പഠിച്ചു. 5 നമ്പേഴ്സ് 45 എന്ന് പറഞ്ഞാൽ അവിടെ എത്ര സമ്മിലുള്ള ചേഞ്ച്? 5 നമ്പേഴ്സിന് ഒരു നമ്പറിന് എത്ര വെച്ചാൽ ചേഞ്ച്? 48 വരേണ്ടടുത്ത് 45 ഉള്ളൂ, 3 കുറവാണ്. ഈ ബാക്കി 4 നമ്പേഴ്സിനോ 4 ഇൻറ്റു ഇതാണ് അവിടുത്തെ ഡീവിയേഷൻ അല്ലെങ്കിൽ ചേഞ്ച്. 48 സ്ഥലത്ത് എത്ര ഉണ്ട്? 52 ഉണ്ട്. നെക്സ്റ്റ് 4 നമ്പേഴ്സിന് +4 ആണ്. ടോട്ടൽ ഓവറോൾ ഡീവിയേഷൻ ആവറേജിൽ നിന്നുള്ള ചേഞ്ച് എന്ത് വരും? -15ഉം +16, അതായത് +1ന്റെ ചേഞ്ച് ആണുള്ളത്. അതിന്റെ അർത്ഥം എന്താ? ഇവന്മാർ 5ഉം 4ഉം നമ്പറായി, ഇനി ബാക്കി 3 നമ്പേഴ്സിലുണ്ട്. ആ 3 നമ്പേഴ്സിലെ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ടോട്ടൽ ആവറേജുമായിട്ടുള്ള ചേഞ്ച് എത്ര ആയിരിക്കും? +1 ഇവന്മാർക്കുണ്ട്. കാര്യം എക്സ്ട്രാ +1 ഇവിടെ വന്നു. മറ്റേ ബാക്കി 3 അവന്മാരുടെ സമ്മിൽ നിന്നും -1 കുറഞ്ഞാൽ മാത്രമേ, അതായത് ആവറേജിൽ നിന്നുള്ള ചേഞ്ച് അതെന്തായിരിക്കണം? ഓവറോൾ ആവറേജ് ഫ്രം ദ ആവറേജ്, ആവറേജിൽ നിന്നുള്ള ഓവറോൾ ചേഞ്ച് ഫ്രം ദ ആവറേജ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് -1ഉം +1ഉം 0 വരണം. അതിന്റെ അർത്ഥം എന്താണ്? ഇവരുടെ സം എന്ന് പറഞ്ഞാൽ 48 ആയിരിക്കത്തില്ല, 48 × 3 ആയിരുന്നു വരേണ്ടത് നോർമൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ. ഇവിടുന്ന് ഡീവിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ 48 × 3 ആയിരുന്നു വരേണ്ടത്. പക്ഷെ എന്ത് ചെയ്തു? ഇവിടെ +1 അധികം കിടന്നതുകൊണ്ട് ആ +1നെ ഇവിടെ കുറച്ചേ പറ്റും. -1 ആയിരിക്കും അവരുടെ സം എന്ന് പറയുന്നത്, സമ്മിലുള്ള ചേഞ്ച്. ഇതാണ് കൺസെപ്റ്റ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇനി പറയും ഇതാണ് 3 നമ്പേഴ്സിന്റെ സം. നമുക്ക് എന്താ വേണ്ടുന്നത്? നമുക്ക് വേണ്ടുന്നത് average of the 11th and the 12th number. But 10th number is 10 less than the 11th number and 5 more than the 12th number. ഞാൻ 10th നമ്പറിനെ ഞാൻ x എന്ന് കൊടുത്താൽ ഇത് 10 ലെസ് ദാൻ ദ 11th നമ്പർ. 11th നമ്പർ എനിക്ക് x + 10 എന്ന് എഴുതേണ്ടി വരും. ഇതിനേക്കാളും 10 കുറവാണ് 10ാമത്തെ നമ്പർ. ആൻഡ് ഈസ് 5 മോർ ദാൻ ദ 12th നമ്പർ. അപ്പൊ ഇത് x എന്ന് പറഞ്ഞാൽ 12ാമത്തെ നമ്പറിനേക്കാൾ 5 കൂടുതലാണ്. 12ാമത്തെ നമ്പറെ എനിക്ക് x - 5 എന്ന് കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടുന്നത്? ആവറേജ് ഓഫ് 11 to 12. ഈ 11ാമത്തെ നമ്പറിന്റെ 12ാമത്തെ നമ്പറിന്റെ ആവറേജ്, അതായത് 2x + 5/2 എക്സും +2.5. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് x + 2.5 ആണ് വേണ്ടത്. ഇതൊക്കെ എങ്ങനെയാണ് എക്സാമിന് ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. മനസ്സിൽ ആദ്യമായിട്ട് കാണുന്നവർ കാണും, അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് സമ്മ എന്ത് കിട്ടും? x 3x + 5 എന്ന് വരും, +5ഉം -5ഉം +5 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത്? എക്സിന്റെ വാല്യൂ 48 3 144, 143 നിന്ന് 5 കുറയ്ക്കാം 138. 3xന്റെ വാല്യൂ 138, എക്സിന്റെ വാല്യൂ 138/3 കിട്ടും. എത്ര കിട്ടും? 46. എക്സിന്റെ വാല്യൂ 46 ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ x + 2.5 ആണ്. എത്ര കിട്ടും? 48.5 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആൻസർ കൊടുക്കും. ഇത് നല്ല കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ എന്ന്, പ്രോപ്പർ സൊല്യൂഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ബേസിക് മെത്തേഡിൽ പറഞ്ഞത്, ബാക്കിയുള്ളവരെ ഷോർട്ട് കട്ട് ആയിരിക്കും. ഇനി എങ്ങനെയായിരിക്കും ഇത് എക്സാമിന് ചെയ്യുന്നത്? എക്സാമിന് ചെയ്യണമെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് എല്ലാം അത്രമാത്രം ഡീപ്പായിട്ട് പഠിക്കണം. അതിനാണ് പഠിത്തം എന്ന് പറയുന്നത്. എക്സാമിന് സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടാണ്. അത് അവിടെ പോയിട്ടല്ല ഇത് ഡ്രൈവ് ഒന്നും ചെയ്യേണ്ടത്. കാണുമ്പോൾ തന്നെ 12.48 ആണ് ആവറേജ് ഫസ്റ്റ് ഇത് തന്നിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് അതാണ് സംഭവം. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടാകും. 5 നമ്പർ 45 ആണ്. അപ്പോൾ -3 × 5 -15 അവിടെ ഉണ്ട്. 48 × 52 4 × 4 16. അപ്പോൾ +1 ആണ് അവിടെ ഡീവിയേഷൻ. അപ്പം അവിടുത്തെ -1 അവിടെ കുറഞ്ഞിരിക്കും. 3 നമ്പേഴ്സ് 48 147 അടുത്ത് 143 കാണത്തുള്ളൂ. 10th നമ്പർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുക. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ, ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻസ് രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യുന്നത്? 143 സമ്മ്, എന്നിട്ട് എന്ത് ചെയ്തു? ഇതുപോലെ 10ാമത്തെ നമ്പർ x കൊടുത്താൽ മറ്റേ എന്ത് വരും? x + 10, ഇത് x - 5. വേണ്ടുന്ന സാധനം 2x + 5ന്റെ ആവറേജ് x + 2.5 വേണം. പിന്നെ എന്ത് ചെയ്യുക? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ 46 അതിലൂടെ 2 കൂട്ടി 46 48. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഈ 2 ക്വസ്റ്റ്യനും CGL വന്ന ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ആൻസർ കമന്റിന് കൊടുക്കുക. ഓക്കെ, കമന്റിൽ കൊടുക്കുക. നമ്മൾ ജോമെട്രിയുടെ ഒക്കെ നല്ല ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിന് ആൻസർ ഒന്നും നിങ്ങൾ കമന്റ് ഇട്ടില്ല, കിട്ടാത്തതുകൊണ്ടായിരിക്കും. കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക. കോഴ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇതേപോലെ ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരിക്കും. CGL വേണ്ടിയുള്ള ആ ഒരു ഫോക്കസ് ഗ്രൂപ്പിന്റെ ക്ലാസ്സുകളും ഫോക്കസ് ബാച്ചിന്റെ ക്ലാസ്സുകളും എല്ലാം തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.